അല്ലെങ്കിൽ കുറച്ച് പേരെ പിന്നെ തെറി പറയാണ്ട്, അല്ലെങ്കിൽ ചില മതങ്ങളെ അപകീർത്തിപ്പെടുത്താണ്ട്, അതുകൊണ്ട് ശരിക്കുള്ള പേര് ആരും അറിയണ്ട. ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം, അല്ലാതെ എന്ത്. നിങ്ങളുടെ ചിന്തയാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഞാൻ ആധാർ കാർഡിന് അല്ല വട്ടൻ എന്ന് പേരിട്ടത്. എൻ്റെ നാട്ടിൽ എന്നെ വട്ടൻ എന്ന് വിളിക്കാൻ. അതാ പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടത്. അതുകൊണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞത്. എനിക്ക് വേറെ ചില പ്രവൃത്തികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ആരും അറിയാതെ, ആരും കേൾക്കാതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, പറയാണ്ട്, പ്രവർത്തിക്കാനൊക്കെ ഉണ്ട്. ആളറിയരുത്. എന്താ മോനെ, കണ്ട കണ്ട കാലൻ ID വന്നു. അവനും ഉണ്ട് ഒരു പേര്. അതേ സെയിം തന്നെ നമുക്ക് പറയാനുള്ളത്. കാലൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ഈ വട്ടൻ എന്നതിൽ കുറച്ചും കൂടിയും ഒരു സമാധാനമുള്ളൊരു പേരാണ് കാലൻ. കാരണം കാലൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മതത്തിൽ കാലൻ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചാണ്, കാലിനെ കുറിച്ച് കണ്ട്. ആ പേര് മാറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ വട്ടൻ എന്ന് പറഞ്ഞാലോട്ട് യോജിക്കാൻ കഴിയില്ല, കുറച്ച് ഇതാണ്, ആരുള്ള വിഷയമാണല്ലോ. ഹായ് ഉണ്ട് എല്ലാവർക്കും ഹായ്. ചില ആളുകളുണ്ട് പിന്നെ ഒരേ ID വെച്ചിട്ട് ഒരുപാട് പേരിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവർ ഓരോ ഇതിൽ പല കോലത്തിലും വരും. അങ്ങനത്തെ പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ കൂടെ. ഒരേ ആളിനെ പല രൂപത്തിലൊക്കെ വരും. അതൊക്കെ പറഞ്ഞാൽ ശരിയാണ്. എങ്കിലും അവൻ്റെ ഹൃദയത്തിലുള്ളത് അവന് പുറത്തേക്ക് വരുള്ളൂ. ഏത് ID വന്നാലും എങ്ങനെ വന്നാലും. എന്ത് പറഞ്ഞേ, അതിന് പ്രശ്നം എന്താ? എൻ്റെ പേര് നിങ്ങൾ ഇഷ്ടം ഇല്ലേൽ എന്നെ ബ്ലോക്ക് ചെയ്യണം. എനിക്ക് ഇഷ്ടത്തെ കേടില്ല, എനിക്കെന്താ എന്നെ ഇഷ്ടത്തെ കേടില്ലല്ലോ. എനിക്കറിയില്ല അപ്പം എന്നെ റിമൂവ് ചെയ്യാനോ അതിനെ പോകാൻ എനിക്കറിയില്ലേ. എനിക്കെന്നെ ഇഷ്ടമില്ലല്ലോ. എന്നെ ഇഷ്ടം ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ആ പേര് വിളിക്കാൻ മടിയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളാ പേര് പറയില്ല, ആ പേര് വിളിക്കാൻ മടിയുണ്ട്. ഇതുപോലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നല്ലാതെ എങ്ങനെ ഒരാൾ വന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ? വട്ടൻ വന്നു പറയാൻ പറ്റുമോ? മാറൊരു കേൾക്കൂലേ? ഒരു വ്യക്തിയെ ഇസ്ലാമിൽ പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണത്. ജനങ്ങൾ അടിയിട്ട് ധരിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പരിഹസിക്കാൻ പാടില്ല. ഇസ്ലാം കർശനം ചെയ്ത സംഭവമാണ്. പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല എന്നർത്ഥം ഒരാളെ. ഇവിടെ ഈ ലൈവിലൊക്കെ വരുമ്പോൾ ഒത്തിരി ആളുകളിലൊക്കെ ലൈവിൽ വരുമ്പോൾ ഞാൻ പിന്നെ എന്നെ വിളിക്കാൻ മോശമല്ലേ? അത് പാടില്ല. എൻ്റെ മതം എന്നെ സമ്മതിക്കുന്നില്ല. അവിടെ പ്രശ്നം ഇവിടെ. എൻ്റെ മതം അങ്ങനെ എന്നെ വിളിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ട്. ഞാൻ ഏത് ID വന്നാലും മോശമായിട്ട് പബ്ലിക്കായിട്ട് പറയില്ല. ഇങ്ങോട്ട് എന്നോട് അങ്ങനെയാണ് ഞാൻ. അത് നീ ഇല്ല പറഞ്ഞാൽ, നീ മോശം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പം ഇതിനടുത്ത് പിന്നെ നാളെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു മതത്തിൻ്റെ അല്ലേ അന്ന് നിൻ്റെ കാഴ്ചപ്പാടിൽ നീ മോശമായിട്ട് പറഞ്ഞത്? ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിനക്ക് അത് മാത്രമൊരു വെറുപ്പല്ലേ? അത് നിനക്ക് തോന്നുന്നത് അത് ശരിയാണ് തോന്നുന്നതാണ്. പക്ഷേ നിനക്ക് ശരി എന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് തോന്നിക്കൊള്ളുന്നില്ല. ഞാൻ ഏത് ID വന്നാലും അങ്ങനെയാണ്. ജെസി സ്പൈസ് കാണിക്കൂ, പൈസ കാണിക്കാണ്. വട്ടൻ നല്ല പേര് അല്ലേ? അതെ, കാലം എന്ന് പറഞ്ഞാൽ ഇതിപ്പം വട്ടൻ നല്ലൊരു പേരല്ലേ? അതിപ്പോൾ എഴുതിയതാരാണ്? എഴുതിയത് കാലൻ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് വട്ടൻ നല്ല പേരല്ലേ? അപ്പം സ്ഥിതി നിങ്ങൾ വിളിക്കണം എന്ന് ഞാൻ